ചോറിനോട് കഴിക്കാൻ നല്ല താങ്ക് യു. ഹായ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ ഒരു ചെറിയ കുക്കിംഗ് വീഡിയോ ആണ്. അതായത് ഇടയ്ക്ക് കപ്പ വാങ്ങിച്ചപ്പോൾ കപ്പയും ബീഫും കൂടെ ഉണ്ടാക്കിയതിൻ്റെ വീഡിയോ ആണ് കാണിക്കുന്നത്. ഇവിടെ തായ്ലൻഡിൽ നമുക്ക് കപ്പയൊക്കെ ലോക്കൽ മാർക്കറ്റ്സിൽ വാങ്ങാൻ കിട്ടും കേട്ടോ. ആൻഡ് ഇവിടെ കിട്ടുന്ന കപ്പ അത്യാവശ്യം നന്നായിട്ട് കുക്കാവുന്ന ടൈപ്പാണ്. എനിക്ക് ആക്ച്വലി പേഴ്സണലി അങ്ങനെ കുക്കാവുന്ന കപ്പയാണ് കേട്ടോ ഇഷ്ടം. അതായത് ഈ ബൈറ്റോടെ കഴിക്കുന്നതിനേക്കാൾ കുറച്ച് നന്നായിട്ട് കുക്ക് ചെയ്തിട്ട് കഴിക്കാനാണ് ഇഷ്ടം. എനിക്ക് മാത്രമല്ല, ഞങ്ങൾക്ക് രണ്ടുപേർക്കും അത് ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ കപ്പ കിട്ടിയപ്പോൾ കപ്പ കൊണ്ടുണ്ടാക്കിയ കറിയും പിന്നെ ബീഫ് വഴറ്റിയതും ഇതാണ് കേട്ടോ ഇന്ന് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ കപ്പ ഞാൻ ജസ്റ്റ് ഒരു 5 മിനിറ്റ് ഒന്ന് തിളപ്പിച്ചപ്പോഴേക്കും നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ഇനി ഇതിനെ ഒന്ന് സ്ട്രെയിൻ ചെയ്തെടുക്കുവാണ്. പിന്നെ ഞാൻ ഈ കപ്പ ഉണ്ടാക്കുന്നത് കപ്പ തിളപ്പിച്ചിട്ട് അതിൻ്റെ മുകളിൽ അരപ്പിട്ട് മൂടി വെച്ച് ആവിയിൽ വെച്ച് കുക്ക് ചെയ്തെടുക്കുകയല്ല. എനിക്കിത് കുറച്ചൊരു ഗ്രേവി പോലെ വേണമെന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാനിത് വേറൊരു എൻ്റേതായിട്ടുള്ളൊരു രീതിക്കാണ് ഉണ്ടാക്കിയത്. അതായത് കോക്കനട്ട് ഓയിൽ ഒഴിച്ച് അതൊന്ന് ചൂടായപ്പം അതിലേക്ക് കടുക്, വറ്റൽമുളക്, കറിവേപ്പില ഇത് മൂന്നും കൂടി ഇട്ടൊന്ന് പൊട്ടിച്ചു. അതിനുശേഷം ഒരല്പം തേങ്ങ ഒരുപാട് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് അരച്ചെടുത്തു. അതായത് നല്ല വെള്ളം പോലെ അരച്ചെടുത്തിട്ട് അതിനെ ഞാൻ ഇതിലേക്ക് ഒഴിച്ചു. പിന്നെ ഒരല്പം മഞ്ഞപ്പൊടിയും കൂടി ഇതിലേക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു. എന്നിട്ട് തന്നെ നന്നായിട്ട് തിളപ്പിച്ചു. അതായത് ആ മഞ്ഞപ്പൊടിയുടെ പച്ചച്ചുവയ്ക്ക് പോകുന്നവരെ നന്നായിട്ടൊന്ന് തിളപ്പിച്ചതിന് ശേഷമാണ് ഞാൻ നേരത്തെ കുക്ക് ചെയ്ത് വെച്ച കപ്പ ഇതിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് മാഷ് ചെയ്തെടുത്തത്. ഇവിടെ ഞാൻ ചെറിയുള്ളിയും പച്ചമുളകൊന്നും ഇട്ടിട്ടില്ല. പച്ചമുളകിന് പകരം വറ്റൽമുളകാണ് യൂസ് ചെയ്തത്. പിന്നെ ഈ ഒരു വെള്ളം ഒഴിച്ചതിന് ശേഷം ഞാനിത് നന്നായിട്ട് തിളപ്പിച്ചായിരുന്നു കേട്ടോ. കാരണം ആ മഞ്ഞപ്പൊടിയുടെ പച്ചച്ചവ് പോകാനായിട്ട് കുറേ നേരം നന്നായിട്ടൊന്ന് തിളപ്പിച്ചതിന് ശേഷമാണ് നമ്മൾ കുക്ക് ചെയ്ത് വെച്ച കപ്പ ഞാൻ ഇതിലേക്ക് മിക്സ് ചെയ്ത് മാഷ് ചെയ്തെടുത്തത്. എന്തായാലും ചോറിനോട് കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇത് അപ്പുറത്ത് കുക്കാവുന്നത് ബീഫാണ്. അതായത് ബീഫ് വഴറ്റിയത് ഉണ്ടാക്കാനായിട്ട് ഞാൻ ആദ്യം ബീഫിനെ കുക്കറിലിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കുവാണ്. കാരണം ഇല്ലെങ്കിൽ ചിലപ്പോൾ വേവത്തില്ലല്ലോ. അപ്പോൾ എന്താ പറയുക, മുളക് പൊടി, മല്ലിപ്പൊടി, മീറ്റ് മസാല, ഹോൾ സ്പൈസസ് എല്ലാം കൂടിയൊക്കെ ഇട്ടിട്ട് കുക്കറിൽ ബീഫിനെ ഒരു 70% കുക്ക് ചെയ്തെടുത്തു. അതിനുശേഷം ഡീപ്പ് ഇനി വഴറ്റിയെടുക്കാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ അതിനായിട്ടൊരു 2 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ ഒഴിച്ച് ആദ്യം ഞാൻ തേങ്ങാക്കൊത്തൊന്ന് വറുത്തെടുത്തായിരുന്നു. പിന്നെ അതിലേക്ക് കറിവേപ്പില, ഇഞ്ചി, വെളുത്തുള്ളി ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് കുറച്ച് ചേർത്തായിരുന്നു. കാരണം ഞാൻ ഈ ബീഫ് കുക്കറിൽ കുക്ക് ചെയ്യുന്ന സമയത്ത് ഓൾറെഡി ജിഞ്ചർ ഗാർലിക് പേസ്റ്റും പിന്നെ സവോളയും ഒക്കെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഞാൻ ഇനി കുറച്ച് ചേർക്കുന്നുള്ളൂ. പിന്നെ അതേപോലെ ഒരു സവോളയുടെ പകുതി ഞാനിവിടെ വഴറ്റിയെടുക്കുന്നതിൽ ചേർക്കുന്നുണ്ട്. പിന്നെ അതേപോലെ ഒരു തക്കാളിയുടെ പകുതിയും ഇവിടെ ചേർക്കുന്നുണ്ട്. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റി ഒന്ന് സോട്ടായതിനു ശേഷം അതിലേക്ക് മസാലപ്പൊടിയും കുറച്ച് ചേർക്കുന്നുള്ളൂ. കാരണം കുക്കറിൽ കുക്ക് ചെയ്ത സമയത്ത് ഓൾറെഡി ഞാൻ മീറ്റ് മസാലയും ചില്ലി പൗഡറും കൊറിയാണ്ടർ പൗഡറൊക്കെ ഇട്ടതാണ്. അതുകൊണ്ട് ഇവിടെ ഞാനിപ്പോൾ ജസ്റ്റ് ഒരല്പം മുളക് പൊടിയും ഒരല്പം മല്ലിപ്പൊടിയും മാത്രമേ ഇടുന്നുള്ളൂ. എന്നിട്ട് അതൊന്ന് വഴണ്ട് കഴിയുമ്പോഴേക്കും നേരത്തെ കുക്കറിൽ വെച്ച് വെച്ച ബീഫിനെ ഞാൻ ഇതിലേക്ക് ഇട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ട് വഴറ്റിയെടുക്കുകയാണ് കേട്ടോ. അതായത് അതിൻ്റെ കളറൊന്ന് മാറി അതൊന്ന് എന്താ പറയുക കറുത്ത് തുടങ്ങുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുമായിരുന്നു. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിലാണ് കേട്ടോ ഞാൻ ബീഫിനെ എടുത്തത്. പിന്നെയും പറയുമ്പോൾ ഇതെല്ലാം എൻ്റെ മാത്രമായിട്ടുള്ള രീതികളാണ്. കറക്റ്റ് ആണോന്നും അറിയത്തില്ല. എന്താണെങ്കിലും കഴിക്കാൻ ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ചോറിൻ്റെ കൂടെ കഴിക്കാനായിട്ട്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക്